ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കോഴികൾക്ക് ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു തീറ്റയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഈ സമയത്ത് കോഴികളെ കൂട്ടിലേക്ക് ആക്കിയിട്ട് പച്ചപ്പുല്ല് എന്തെങ്കിലും കെട്ടിത്തൂക്കി കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഇളക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. കുറച്ച് സമയം അവർ മേഞ്ഞതേ ഉള്ളൂ. അപ്പം വയർ ഫുള്ളായിട്ടില്ലെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് തീറ്റ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്ക് പീടികയിൽ നിന്നുള്ള മുട്ടത്തീറ്റയൊന്നും വാങ്ങിച്ച് കൊടുക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞതല്ലേ. ഇവരെ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി വിട്ടിട്ടും അതുപോലെ പുഴുക്കളെല്ലാം കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തീറ്റ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തവിട് വാങ്ങി വെച്ചത് സ്റ്റോക്ക് അങ്ങനെയുണ്ട്. അത് അവർക്ക് ഈ രാവിലെ ചോറിൻ്റെ കൂടെ കുഴച്ച് കൊടുത്തത് തിന്നുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഇലവർഗ്ഗത്തിൻ്റെ ഒപ്പം മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തവിട് എങ്ങനെയും തിന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ തവിടിൻ്റെ കൂടെ മുട്ടത്തീറ്റെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തീറ്റയാക്കി കൊടുത്താൽ തിന്നോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വട്ടോട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, തീറ്റ ഉണ്ടാക്കുന്നതിൻ്റെ ചുറ്റിലും എല്ലാവരും ഉണ്ട്. കൂട്ടിലേക്ക് കയറ്റണം അത്രേ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് തീറ്റ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് ആക്കാം. അതുവരെ എന്തെങ്കിലും തിന്നോട്ട് എന്ന് വെച്ച് നിന്നതാണ്. അപ്പോഴത്തേക്ക് ഞാനിത് കുഴക്കുന്നുണ്ടായിരുന്നു. ഇതിന് ചുറ്റുമാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ തീറ്റ ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയില്ലേ. അവിലിൻ്റെ തവിട്, പിന്നെ അതുപോലെ പച്ചരി, കുറച്ച് മുട്ടത്തീറ്റ, അതിൻ്റെ കൂടെ ഉള്ളി തോലടക്കം തന്നെ മുറിച്ചിട്ട് ചേർക്കുക ഇതിന് കേട്ടോ. തോലടക്കം കൊടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒന്നാമത് മഞ്ഞ് സീസണല്ലേ. അപ്പോൾ കോഴികൾക്കെല്ലാം നല്ല അസുഖങ്ങളെല്ലാം വരുന്നൊരു സമയമാണ്. അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഇതുപോലെ ഉള്ളിയോ തുളസി, പനിക്കൂർക്ക അങ്ങനെ എന്തെങ്കിലും പച്ചമരുന്നുകൾ ചേർത്തിട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും. കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾ, അങ്ങനെ പലതരം അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഉള്ളി. പരമാവധി ദിവസവും കൊടുക്കുന്ന തീറ്റയിൽ ഇതുപോലെ എന്തെങ്കിലും പച്ചമരുന്നും കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഉള്ളിയെല്ലാം കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ. എന്തൊരു അസുഖം വരുന്നതിനും മുന്നേ നമുക്ക് ഈ ഉള്ളിയെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളെല്ലാം ഒരു പരിധിയിലധികം തന്നെ നമുക്ക് കോഴികൾക്ക് ബാധിക്കാണ്ട്, വലിയ രീതിയിൽ ബാധിക്കാണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. ഇനി ചൂടുകാലമായാലും തണുപ്പ് കാലമായാലും കോഴികളുടെ ശരീരത്തിലെ രോഗത്തിനോട് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധശേഷി വളരെയധികം നമ്മുടെ ഈ ഉള്ളിക്ക് കൂട്ടാൻ സാധിക്കും. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂട് കൂടുതലുണ്ടാകുമ്പോൾ കോഴികളുടെ ശരീരത്തിലും അതുപോലെ സ്ട്രെസ്സ് കൂടുതലുണ്ടാകും. ആ സമയത്ത് ഈ ഉള്ളിയെല്ലാം തീറ്റയിലും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ശരീരത്തിലെ ചൂടെല്ലാം കുറക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഈ കോഴികളിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമാണ് കേട്ടോ ഈ ഉള്ളി കൊടുക്കുന്നത്. ഉള്ളി തീറ്റയിൽ കൊടുക്കുമ്പോൾ ദഹനത്തിൻ്റെ പ്രശ്നം ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ തീറ്റ കോഴികൾ കഴിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കോഴികളിൽ ഉണ്ടാകുന്ന ഈ കുരിപ്പ് പോലുള്ള അസുഖങ്ങൾക്ക്, പിന്നെ നമ്മളെ കുറുകലി, കഫക്കെട്ട് അങ്ങനെല്ലാം പറയില്ലേ, അതുപോലെ തൂക്കെല്ലാം എന്നാ പറയുക ഒരു രോഗത്തിൻ്റെ ലക്ഷണം എന്നാ പറയൽ. അപ്പോൾ അതെല്ലാം വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഉള്ളി കൊടുക്കുന്നതിലൂടെ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരുന്നതിന് മുന്നേ തന്നെ തടയാൻ സാധിക്കും എന്നാണ് പറയൽ. തീറ്റ ഉണ്ടാക്കുന്ന സമയത്ത് തവിടിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർത്തിട്ടുണ്ടായിന്, ഒരു വെളുത്ത കളറിലെ പൊടി. അത് മുട്ടയുടെ തോട് പൊടിച്ചതാണ് കേട്ടോ. കാൽസ്യത്തിൻ്റെ കുറവെല്ലാം ഏകദേശം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. അപ്പോൾ കൂട്ടിലുള്ള കോഴികൾക്കെല്ലാം തീറ്റ കൊടുത്തേ അവർ തിന്നുന്നുണ്ട്. തിന്നൂലെന്ന് വിചാരിച്ചത് തവിടായതുകൊണ്ട്. പക്ഷേ മുട്ടത്തീറ്റെല്ലാം ചേർത്തുകൊണ്ട് എന്താണെന്നറിയില്ല, ഇപ്പോൾ തിന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് തീറ്റ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കൂട്ടിലൊരു പൂവനുണ്ട്, അതിനിട്ട് കൊടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവനിപ്പോൾ പുറത്തേക്ക് ഇളക്കലില്ല, ഇവിടെ തന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവരെപ്പുറം കൂട്ടാന്ന് വെച്ചാൽ ഇവൻ ഈ പൂവന്മാരൊന്നും വെച്ചേക്കുന്നില്ല, എല്ലാവരെയും കൊത്തിപ്പായിക്കുന്നത്. അത് മാത്രമല്ല, ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കോഴിൻ്റെ അപ്പുറമൊന്നും നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. കുറച്ച് ദിവസം ഇതുപോലെ ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമോ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നല്ല പെടകളെ വാങ്ങിച്ചിട്ട് പൂവൻ്റെ അപ്പുറം ഇടണമെന്നുണ്ട്. അത് നല്ല തനി നാടൻ പൂവനാണ്. അപ്പോൾ എൻ്റെ അപ്പുറം ഇല്ലതല്ല ഇപ്പം ക്രോസ് ബ്രീഡാണ്. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് മുട്ട വാങ്ങിച്ച് വിരിയിച്ച് അങ്ങനെ ആക്കിയതാണ്. പക്ഷെ ഇപ്പം എന്താ പറയുക, വീഡിയോസിൽ കാണുമ്പോൾ അധികം പറയലുണ്ട് ക്രോസ് ബ്രീഡാണ്. അപ്പോൾ എനിക്ക് ഇവരെ ഒഴിവാക്കണം തന്നെയുണ്ട്. ഇപ്പം കുറച്ച് ആവട്ടെ, എന്നിട്ടാകുമ്പോൾ ഒഴിവാക്കുക. അപ്പോഴത്തേക്കും നല്ല കോഴികളെ, പെടക്കോഴികളെ കിട്ടുമോ നോക്കട്ടെ മറ്റേ പൂവൻ്റെ അപ്പുറം ഇടാൻ. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവനെ കൊടുക്കലേ വഴിയില്ലോ. ഇന്ന് ഇവരെ തീറ്റയിൽ ഉള്ളി ഉൾപ്പെടുത്താൻ വേറെ തന്നെ ഒരു കാരണമുണ്ട്. ഇവരെ കൂടി ഇങ്ങനെ ഇരിക്കുന്നെല്ലാം പറയലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം ഇങ്ങനെ ഒരു കുറുകലിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ ശ്വാസം കഴിക്കുമ്പോൾ കഫത്തിൻ്റെ എല്ലാം പോലെ. അപ്പോൾ എന്താണെന്നറിയില്ല, ചിലപ്പം തണുപ്പെല്ലാം കൊണ്ടായിരിക്കും. കൂടെല്ലാം പരമാവധി തണുപ്പ് കയറാത്തതിൽ ചുറ്റും ചാക്കും അങ്ങനെയെല്ലാം വെച്ചിട്ട് തന്നെ ഉള്ളത്, കെട്ടി വെച്ചിട്ട് തന്നെ ഉള്ളത്. പക്ഷെ എന്നിട്ടും ചെറിയൊരു കുറുകലുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തെങ്കിലും മരുന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലാവൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ പച്ചമരുന്ന് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാമെന്ന്. ഇതുപോലെ അരിഞ്ഞിട്ടല്ലെങ്കിൽ
എന്നാൽ മിക്സിയിലിട്ട് അടിച്ചിട്ടായാലും നമുക്ക് തീറ്റേൻ്റെ അപ്പുറമെല്ലാം കുഴച്ച് കൊടുക്കുക. വെള്ളത്തിൽ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെയെല്ലാം ചെയ്യലുണ്ട്. കോഴിക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിനകത്ത് നീര് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജ്യൂസ് പോലെ അടിച്ചിട്ട് അങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും. അത് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അവർ കൊത്തി തിന്നുകയും ചെയ്തോളും. അപ്പോൾ ഈ ഉള്ളി കോഴികളെ തീറ്റയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ ഒരുപാട് തന്നെ ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ, ഇത് അധികം കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പച്ചക്കറി കടകളിൽ നിന്നെല്ലാം വേസ്റ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, കേട് വന്ന സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിലെല്ലാം ഒരുപാട് ഉള്ളിയും തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കോഴിക്ക് മുറിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഒരുപാട് കിട്ടുന്ന സമയത്ത് ഉള്ളി അധികം കൊടുക്കാൻ പറ്റുമോ ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉള്ളി അങ്ങനെ അധികം കൊടുക്കലില്ല. എന്തെങ്കിലും ഇതുപോലെ അസുഖങ്ങളെല്ലാം വരുമ്പം സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ പച്ചക്കറി വേസ്റ്റൊന്നും അങ്ങനെ അധികം അവിടെ നിന്ന് കിട്ടലില്ല. ഞാൻ അങ്ങനെ കടകളിൽ നിന്നൊന്നും അങ്ങനെ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാനൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ എന്തായാലും എനിക്കും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ ഉള്ളി അധികം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് തരാം. കോഴികൾക്ക് ഈ അനീമിയ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അനീമിയ എല്ലാം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ്സ് കൂടും, തമ്മിൽ കൊത്തു കൂടും. അപ്പോൾ ആ ചോദിച്ച കമൻറ്റിൻ്റെ താഴെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിനി കോഴികൾ തമ്മിൽ കൊത്തുകൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലെല്ലാം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ നമുക്കും കൂടി അറിയാൻ കഴിയും. ഞാനങ്ങനെ ഉള്ളി അധികം കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. എന്നെപ്പോലെ തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഗുണങ്ങൾ മാത്രമേ കൂടുതൽ അറിയുന്നുണ്ടാവുള്ളൂ. ഒരുപാട് അധികം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ശരിക്കും അറിയുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തണുപ്പ് കാലമാണ്, കോഴികളെല്ലാവരും കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കുക. എന്താ കോഴികളുടെ കൂടെ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ എന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലാക്കാൻ കഴിയില്ലേ. അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ മരുന്നിന് പരുന്ന് നടക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എന്തെങ്കിലും പച്ചമരുന്നുകൾ സ്ഥിരമായിട്ട് തീറ്റയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ തന്നെ പരമാവധി രോഗങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് നമ്മളെ കോഴികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും വന്നിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ നമ്മളെപ്പോലെ കോഴി വളർത്തുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ മറക്കല്ലേ.